عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: فضل العالم على العابد كفضلي على أدناكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് വലിയ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, ഒരു വിഷമം കൂടാതെ എത്തിച്ചേർന്നു. ഞാനിപ്പോൾ കുറച്ചു കാലമായി ചെറിയ ഒരു അസുഖം ഉള്ളതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തിന് വേണ്ടത്ര സ്വാധീനമില്ല. നടക്കണമെങ്കിൽ രണ്ടാൾ പിടിക്കണം. ഞാനെങ്ങനെ പരിപാടിക്കൊന്നും ഇപ്പോൾ പോകാറുമില്ല. എന്നാലും ബഹുമാനപ്പെട്ട തങ്ങളുടെ പരിപാടിക്ക് വരണം എന്ന് നിർബന്ധം തോന്നിയ ബഹുമാനപ്പെട്ട തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. എപ്പോഴും കാണുകയും ബഹുമാനപ്പെട്ട അവിടുത്തെ പിതാവ്, ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഒരു ബന്ധപ്പെട്ടിരുന്ന ഒരു മഹൽ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കീർത്തനങ്ങളൊന്നും നമ്മൾ പറഞ്ഞാൽ തീരൂല. അത്രയും വലിയ മഹാനാണ്. എന്നെ പഠിപ്പിച്ച, നീണ്ട 9 വർഷം ഞാൻ പഠിച്ച മഹാനായ ഖുദൂർ ഉസ്താദ്. ഞാൻ ഇത്തരം ചെറിയ മീസാൻ പോകുന്ന കാലത്ത് അന്ന് എനിക്ക് പരിചയപ്പെടുത്തുന്ന ആളും തന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ. അപ്പൊ അന്ന് മുതലേ ഉള്ള ആ ബന്ധം നമുക്ക് അല്ലാഹു നിലനിർത്തി തന്നു. അത് സ്വർഗത്തിലും അല്ലാഹു തആല തരട്ടെ എന്ന് ദുആ ചെയ്തു. പുത്തനാശയക്കാരും സുന്നത്ത് ജമാഅത്തിന് വിരോധികളായ ഏത് കക്ഷികളും ഒക്കെ വരുമ്പോ അവർക്കെതിരിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് പറയാൻ ഒരാളെയും പേടിയില്ല. ഹക്ക് നമ്മൾ പഠിച്ച ഹക്കാണ്. ആ ഹക്കിനെതിരിൽ ആര് പറഞ്ഞാലും അത് സമ്മതിക്കേണ്ട ഒരു സംഗതിയും ഇല്ല. നാം പഠിച്ച അഖീദക്കെതിരിൽ ഏത് ശൈഖ് വന്നാലും ആ ശൈഖ് ശൈത്താനാണ് എന്ന് താജുൽ ഉലമ തങ്ങളെ
എന്നോട് ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, എല്ലാം തുറന്നു പറഞ്ഞോളൂ. എന്റെ പുറത്തടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കൂടെ ഞാനുണ്ട്. അത്രയും വലിയൊരു മനസ്സും സാദാത്യങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര ഇൽമുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ കാലത്ത് മുമ്പുണ്ടായിട്ടില്ല എന്നല്ലേ പറയുന്നത്. ഇപ്പോഴും ആരെങ്കിലും ഉണ്ടായിക്കൂടാ എന്നുമില്ല, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല. താജുൽ ഉലമയുടെ ഇൽമും അവിടുത്തെ വലുപ്പവും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അത്രയും വലിയ ആളാണ്. അവിടുത്തെ ഓമന മകനാണ് ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവിശ്വം കൊള്ളുക മഹാനായ തങ്ങളെ. ഞാനുമായി പറഞ്ഞ പോലെ വലിയ ബന്ധം. ഉപ്പാന്റെ ഒപ്പാത്തിന് ശേഷം ഉപ്പാനെ പിടിച്ചിരുന്നത് പോലെ ഞാൻ എപ്പോഴും കൂട്ടിപ്പൊടിച്ച് നിൽക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട തങ്ങളും. അതിന് മാത്രം ഉണ്ടല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട മകൻ തങ്ങൾ പാപ്പയെ പരിചയമില്ല, കുറെ മുമ്പ്. അപ്പൊ ഞാൻ ഒരിക്കൽ ഉള്ളളത്തി എന്നപ്പോ തങ്ങളിപ്പാപ്പ ഉള്ളിലുണ്ട്. ഞാൻ അവിടെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ തങ്ങളിപ്പാപ്പാന്റെ റൂമിൽ തന്നെ, മുറിയിൽ തന്നെ അങ്ങേപ്പുറത്ത് കുറേ ആളുകൾ. അപ്പൊ എനിക്ക് തോന്നി, ആരാ പുരാനെ ഇത്? ബഹുമാനപ്പെട്ട താജുൽ അവിടെ ഇരിക്കുമ്പോ അങ്ങേപ്പുറത്ത് ഒരാളെ അരികൽ ഇത്രയും ആള് കൂടിയാണ്. എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയപ്പോ തങ്ങൾ വെച്ചു, അതിന്റെ മോനാണ്. ഇപ്പൊ എന്റെ കൂടെല്ല ആൾക്കാരൊക്കെ മോന്റെ കൂടെയാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയുടെ അരികിൽ നിന്ന് എല്ലാം കിട്ടിയ ആളാണ് എന്റെ മോന്. അതുകൊണ്ട് ആണ് ജനങ്ങളോ മോന്റെ കൂടെ ഉണ്ട്. നിങ്ങളിത് വയർക്കി അല്ലാഹു തആല ഇനിയും ഉയർത്തി വളർത്തി കൊടുക്കട്ടെ എന്ന് അന്ന് എന്നോട് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ ശരിക്ക് വിളിച്ചു. എപ്പോഴും ബന്ധപ്പെടും. മരിക്കുന്ന അന്ന് ഇവിടുന്ന് ഒരു കൂട്ടരെ എൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചിരുന്നു. തങ്ങളെ ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട, ആ നിക്കാഹിന്റെ ഫസ്വുമായി ബന്ധപ്പെട്ട ഒരു മസല ചോദിച്ചറിഞ്ഞ് എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ നേരെ പോയി കൂടി ആളയക്കണ്ട എന്ന് പറഞ്ഞ് ആ മഹല്ലേരെ ആൾക്കാരെ കയ്യിൽ വന്നപ്പോ ഞാൻ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാക്ക് ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ടാക്കാം കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അങ്ങനെ ആഖിറു കലാം അതാണ്. അവരുമായി തങ്ങളെ പാപ്പായും ഈ സംഗതിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, വേറെ ആരോട് പറഞ്ഞ് ഇങ്ങനെ നടക്കണ്ട, നിങ്ങൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരത്ത് പോയി കൊളി എന്ന് പറഞ്ഞ് ഞാൻ അയച്ചതാണ്. നിങ്ങൾ അതിന്റെ സറായിയായ നിയമം അനുസരിച്ച് ചെയ്താൽ മതി, വേറെ ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞ അവസാനം എന്നോട് സംസാരിച്ചു. അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മള് അപ്പൊരു മരണം ഉണ്ടാവുന്ന ഓർത്തിട്ട് പോലുമില്ലല്ലോ. അങ്ങനെ നമ്മളെ ഏറ്റവും അവസാനം ആ വാക്ക് സംസാരിച്ച്
ഫോണ് വെച്ചു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വഫാത്തായി എന്നുള്ള പേരാണ്. അല്ലാഹു തആല അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. വലിയ സ്ഥാനത്തുള്ളവരാണെന്നതിൽ ഒരു സംശയവുമില്ല. താജുൽ ഉലമ തന്നെ വലിയ ബഹുമതി എപ്പോഴും പറയാറുണ്ട്. അല്ലാഹു തആല താജുൽ ഉലമ അവിടുത്തെ ഈ മകൻ ആ കുടുംബങ്ങൾ അവർക്കൊക്കെ അല്ലാഹു തആല ഇനിയും ഇസ്സത്ത് റിഫഅത്ത് എല്ലാം കൂട്ടി തരട്ടെ. മഹാനവറുകൾ ഒരു സയ്യിദ് മാത്രമല്ല, വലിയ ആലിമാണ്. ബഹുമാനപ്പെട്ട മുസ്ലിയാർ എന്ന് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തങ്ങൾ എൻ്റെ അരികിൽ ഓതിയ ആളാണ്. ചെറിയ ആളല്ല കേട്ടോ, തങ്ങള് വലിയ ആളാണ്, വലിയ ബുദ്ധിമാനിയാണ്, വലിയ ഇൽമിന്റെ ഉടമയാണ്. ഈക്ക ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടേയില്ല. ഒരാളെ പറിച്ചു പറ്റും അങ്ങനെ ബഹുമാനത്തോടെ പറഞ്ഞ ഒരാളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. കാരണം അതിന് മാത്രം ഉണ്ട്. അല്ലെങ്കിലും എൻ്റെ ഉസ്താദ് കൊട്ടൂർ ഉസ്താദ് പറഞ്ഞു, നമ്മള് കേരളത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് പോയാൽ കുറച്ചാണ് പോയാൽ പിന്നെ തമിഴ്നാട് എത്തി. തമിഴ്നാട്ടിലെത്തി ഇടക്കന്നെ പാലക്കാടിലേക്ക് എത്തുമ്പോഴേക്ക് ഇൽമിന്റെ അതിലേറെ കുറഞ്ഞു, ആലിമ്യങ്ങളില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നാൽ തന്നെ ആലിമ്യങ്ങളില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ജനങ്ങൾക്ക് കിട്ടാൻ, അത് പഠിക്കാനും അവർ പഠിപ്പിക്കാനും ഒരു വഴിയില്ല. അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് വടക്കോട്ട് പോയാൽ കാസർഗോഡ് കഴിഞ്ഞാലും നല്ല നല്ല പള്ളികളും നല്ല നല്ല സ്ഥാപനങ്ങളും ധാരാളമുണ്ട്. കർണാടകയിൽ എത്തി പിന്നെയും കുറച്ച് ഭാഗം കർണാടകയിൽ തന്നെ വടക്കോട്ട് പോയാൽ അവിടൊക്കെ ദീനീ സ്ഥാപനങ്ങളും വലിയ വലിയ പള്ളികളും ഒക്കെ കാണാം. അതിന്റെ കാരണം എന്താ? ഒരു 60-65 കൊല്ലത്തോളം മഹാനായ താജുൽ ഉലമ അവിടെ തുടർന്ന് ജീവിച്ചു. ആ സമയത്ത് ആ രാജ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ കീഴിൽ വന്നു. അതുകൊണ്ട് അക്കാലം മുതൽക്ക് പഠിച്ച നിരവധി വലിയ വലിയ അലിമീങ്ങൾ തങ്ങളുടെ ശിഷ്യന്മാരായുണ്ട്. അവരെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന വലിയ സ്ഥാപനങ്ങൾ, പള്ളി കേന്ദ്രീകരിച്ച് ദർസ് കേന്ദ്രീകരിച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോലെ പള്ളികൾ ദർസ് സ്ഥാപിതമാണ്. ഇതിനൊക്കെ കാരണം താജുൽ ഉലമ പഠിപ്പിച്ച അതനുസരിച്ച് കുറെ ശിഷ്യന്മാർ വളർന്നു വന്നു. അതുകൊണ്ട് അവരൊക്കെ ഇന്നും സമസ്തയുടെയും ആലിമീങ്ങളായി ഉണ്ട്. അന്ന് വേക്കൽ ഉസ്താദൊക്കെ ഉള്ള കാല. അപ്പൊ ആ ഉസ്താദുമാരൊക്കെ ഉദാഹരണം പറഞ്ഞു, ഇവരെല്ലാം താജുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. അതേപോലെ ആ കുടുംബത്തിൽപ്പെട്ട സാദാത്യങ്ങളും ഒരുപാട് നിരവധി ആലിമീങ്ങൾ ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അരികിൽ ഓതിയിരുന്ന പാനൂര് തങ്ങൾ, ആ തങ്ങളെയും ഞാൻ നല്ല പരിചയമുണ്ട്. അപ്പൊ നല്ല കിതാബിൽ കഴിവുള്ള ആളാ. അപ്പൊ അവരാ കഴിവും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അരികിൽ പഠിച്ച ആളാണ്. എന്നോട് ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, താജുൽ ഉലമയുടെ അരികിൽ
ഞാൻ ആ പഠിച്ച കാലം അതെനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, ഒന്നും മറന്നിട്ടില്ല. താജുലങ്ങൾ നല്ല പിടിച്ചോളി, കൈവിടണ്ട എന്ന് ആ തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ. അതുകൊണ്ട് നമ്മളിപ്പോഴും അവർ കൈവിട്ടില്ല. എല്ലാ ദിവസവും താജുലമിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ടല്ലാതെ ഞാൻ ഉറങ്ങാറില്ല. അല്ലാഹു തആല നിർത്തി തരട്ടെ. അപ്പൊ അത്രയും വലിയ മഹത്തുക്കളാണ്. അവരുടെ മകനല്ലേ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പപ്പടെ. നിങ്ങൾക്ക് കിട്ടിയത് വലിയ നിധിയാണ്. അല്ലാഹു തആല നിർത്തി തരട്ടെ. അവരെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ കൂട്ടുകുടുംബങ്ങളോടും നമ്മളെ ഉസ്താദുമാരോടും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ റാത്തീബ് തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്, ഇതിന്റെ തുടക്കത്തിൽ നിങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യാൻ പ്രധാനമായിട്ട് ഞാൻ വന്നത്. തങ്ങൾ പാപ്പയോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത്ര സുഖമില്ല, ഇവിടുക്കായതുകൊണ്ട് വന്നതാ. അതുകൊണ്ട് നല്ലോണം ദുആ ചെയ്യണം. നിങ്ങൾ ആ ദുആയിൽ ഞാനും പങ്കുവരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീൻ. രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനേ, ബഹുമാനപ്പെട്ട ഞങ്ങളോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്ന മഹാനാണ് റബ്ബേ. അവരോടുള്ള ബഹുമതി അതെല്ലാം മുൻനിർത്തി ഞങ്ങളുടെ എല്ലാ സവാലുകൾക്കും ദുആകൾക്കും നീ കബൂൽ ഉത്തരം ചെയ്യണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട മകൻ ഞങ്ങളെ കണ്ണിൽ മുന്നെയാണ്. അവരുടെ ദർജകൾ ഇനിയും നീ ഏറ്റിക്കൊടുക്കുന്ന റഹ്മാനെ. അവരൊക്കെ ഹക്ക് ബർക്കത്ത് ജാഹുണ്ട്. ഞങ്ങൾ തദ്രീസിന്റെ ആ വഴിയിൽ ഞങ്ങൾക്ക് ഉയർന്നു പോകാനുള്ള എല്ലാ തൗഫീഖും നീ തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് കുറെ ദുന്യാവുണ്ടാക്കലല്ല ആവശ്യം, ദുന്യവിയായ കാര്യങ്ങൾ നടക്കണം. ഞങ്ങളെ എല്ലാ വിധത്തിലും സുഖവും ഐശ്വര്യവും ഹറിയമായ ജീവിതം, ആ ജീവിതം സുഭിക്ഷമാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്താൻ ദുന്യവിയായ സൗകര്യങ്ങളും വേണം. ദുന്യാവിന്റെ ആ പാതാളത്തിൽ അങ്ങനെ പൊട്ടുപോകാതെ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ ആ വഴിയിലേക്ക് തന്നെ തിരിക്കണേ റഹ്മാനെ. വെറും ദുന്യാവിന്റെ ആളുകളാക്കി തള്ളല്ല റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. على خير خلق سيدنا والحمد لله.